2023 ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഇന്ന് പ്രഖ്യാപിക്കും. ഇന്ന് വൈകിട്ട് 6 മണിക്കാണ് പ്രഖ്യാപനം. 71ാമത് ചലച്ചിത്ര പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിക്കുക. ലക്ഷ്മി ബാലചന്ദ്രനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ലക്ഷ്മി, ഏറെ ആകാംക്ഷയോടെ സിനിമാ പ്രേമികളെല്ലാം കാത്തിരിക്കുകയാണ്. ഏത് രീതിയിലാണ് അതിന്റെ തയ്യാറെടുപ്പുകൾ നടക്കുന്നത്? എപ്പോഴാണ് പ്രഖ്യാപനം നടക്കുക? സ്വാതി, ഇന്ന് വൈകുന്നേരം 6 മണിക്ക് പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നത്. ഇതിനനുസരിച്ചുള്ള റിപ്പോർട്ടുകളൊക്കെ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവൻ ഇപ്പോൾ കൈമാറിയിട്ടുണ്ട്. 2023 റിലീസായതും സെൻസർ ചെയ്തതുമായ പടങ്ങൾക്കുള്ള അവാർഡ് പ്രഖ്യാപനമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. 71ാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനമാണ് ഇന്നുണ്ടാകുന്നത്. ഇതിൽ പ്രധാനമായും ഇപ്പോൾ വിക്രാന്ത് മെസ്സിയുടെ 12th ഫെയിലും റാണി മുഖർജിയുടെ മിസസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്നീ 2 ചിത്രങ്ങളുടെ ഒരു സാധ്യതയാണ് ഇപ്പോൾ കൂടുതലായും പറയുന്നത്. മികച്ച നടനായി വിക്രാന്ത് മാസിയെയും മികച്ച നടിയായി റാണി മുഖർജിയുടെയും പേരുകൾക്കാണ് ഇപ്പോൾ കൂടുതൽ ഉയർന്നു വരുന്ന പേരുകൾ. പ്രേക്ഷകരുടെ നിരൂപ പ്രശംസകളും ബോക്സ് ഓഫീസിൽ വിജയവും ഒക്കെ കരസ്ഥമാക്കിയ 2 യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയ ചിത്രങ്ങളാണ് ഇവ രണ്ടും. ഇതിന്റെ പേരുകളാണ് കൂടുതൽ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ മലയാള ചലച്ചിത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ 2023 വളരെ മികച്ച ഒരു സിനിമയെ സംബന്ധിച്ച് വളരെ ഒരു മികച്ച ഒരു വർഷമായിരുന്നു. അതായത് നമ്മുടെ മമ്മൂട്ടിയുടെ നൻപകൽ നേരത്ത് മയക്കമാണെങ്കിലും കാതൽ, കണ്ണൂർ സ്ക്വാഡ്, നിരവധി ചലച്ചിത്രങ്ങളാണ് പ്രശംസ നേടിയ ചിത്രങ്ങൾ ആ വർഷം റിലീസായിരിക്കുന്നത്. അതുപോലെ തന്നെ ആടുജീവിതം, പൃഥ്വിരാജിന്റെ ആടുജീവിതം 2024 റിലീസായതാണെങ്കിലും അതിന്റെ സെൻസറിങ് കഴിഞ്ഞത് 2023 അപ്പോൾ നിരവധി ചിത്രങ്ങൾ മലയാളത്തിൽ നിന്നും ഒരു പ്രതീക്ഷയ്ക്ക് സാധ്യതയുണ്ടെന്ന് വേണമെങ്കിൽ ഇപ്പോൾ നിലവിൽ പറയാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്കിതൊരു അന്തിമ തീരുമാനം ഇപ്പോൾ പറയാൻ കഴിയില്ല. ഒരു ബോളിവുഡ് ലെവലിൽ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന കൂടുതൽ പേരുകൾ വിക്രാന്ത് മാസിയുടെ 12th ഫെയിൽ വിക്രാന്ത് മാസിയെയും റാണി മുഖർജിയുടെ പേരുകളാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. കരൺ ജോഹറിന്റെ റോക്കി ഓർ റാണിക്ക് പ്രേം കഹാനിയാണ് ഇപ്പോൾ മികച്ച സിനിമയായും ഇപ്പോൾ മൊത്തത്തിൽ ഇന്ത്യയിൽ ഇപ്പോൾ കേൾക്കുന്ന ഒരു പേര് എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു മലയാളത്തിലും നിരവധി ചിത്രങ്ങൾ ഈ ഒരു സമയത്ത് റിലീസായിട്ടുണ്ട് 2023. അതുകൊണ്ടൊരു പ്രതീക്ഷ കൈവിടാതിരിക്കുന്നതാണ് ഉള്ളതെന്ന് തോന്നുന്നു. സ്വാതി. ശരി ലക്ഷ്മി, എന്തായാലും ഇന്ന് വൈകുന്നേരം 6 മണിക്കാണ് 2023 ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഉണ്ടാകും എന്നുള്ള അറിയിപ്പ് വന്നിരിക്കുന്നത്. 71ാമത് ചലച്ചിത്ര പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിക്കുക. മലയാളത്തിന് വലിയ സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ്. ആ വിവരങ്ങളാണ് ലക്ഷ്മി ബാലചന്ദ്രൻ നൽകിയത്.